ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഫെദർ ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നീളത്തിൽ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മടക്കുള്ള ഭാഗത്ത് പെൻസിൽ ഉപയോഗിച്ച് ഇതേ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചെടുത്ത അതേ ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്കിതിനെ ഒരു ഫെദറായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് സിസർ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ചേർത്ത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വരുമ്പോൾ താഴത്തെ പോർഷൻ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മടങ്ങിയിരിക്കുന്ന പേപ്പർ നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫെദറിൻ്റെ ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഫെദർ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ ബ്ലൂവിൻ്റെ മറ്റൊരു ഷെയ്ഡിലുള്ള പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രെയിം മാത്രമായിട്ട് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്തെടുത്ത ഫെദർ ഗം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്രെയിമിലേക്കായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഒരു ക്യൂട്ട് ഫ്രെയിം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.